CRPF ജവാൻ ബിജുകുമാർ അനുസ്മരണം നടത്തി. നിങ്ങൾ കഴിക്കണം, ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ. മാത്തിൽ ക്രൗൺസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ 2008 ഛത്തീസ്ഗഡിൽ നടന്ന നക്സലൈറ്റ് ആക്രമണത്തിൽ ജീവത്യാഗം ചെയ്ത മാത്തിൽ പൂവത്തിൻകീഴിലെ ധീരജവാൻ എ ബിജുകുമാറിന്റെ 18ാം വാർഷിക അനുസ്മരണം നടത്തി. രാവിലെ ജവാന്റെ സ്മൃതിമണ്ഡപത്തിൽ പെരിങ്ങോം CRPF കേന്ദ്രം DIG പ്രിൻസിപ്പൽ മാത്യു എ ജോൺ സേനാംഗങ്ങളുടെ ഗാർഡ് ഓഫ് ഓണർ ബഹുമതിയോടെ പുഷ്പചക്രം സമർപ്പിച്ചു. വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ബിജുവിൻ്റെ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും തന്നെ നമസ്കാരം. ഇന്ന് ബിജുവിൻ്റെ 17ാമത്തെ മാർട്ടയർ ഡേമിൻ്റെ അനുസ്മരണത്തിനാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് ക്രൗൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനോടുള്ള നന്ദി അറിയിച്ചുകൊള്ളട്ടെ. അവരെല്ലാ വർഷവും ഇത് ചെയ്യുന്നതാണ്. അത് ഒരു വലിയ കാര്യമാണ്. നമ്മുടെ നാടിനു വേണ്ടി മാർട്ടയറായ രക്തസാക്ഷിത്വം വരിച്ച ഒരു ജവാനെ ആദരിക്കുന്ന ഒരു നാടാണ് ഏറ്റവും വലിയ നാട്. ആ നാട് എല്ലാ വർഷവും ഞങ്ങളിത് ചെയ്യുന്നത് ഒരു വലിയ കാര്യമാണ്. ചടങ്ങിൽ കാങ്കോലാലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P അനസൂയ, മെമ്പർ P ശ്രീലത, മുൻ മെമ്പർ K പങ്കജാശൻ, മുൻ ഇന്ത്യൻ കബഡി കോച്ചും സായി ബാംഗ്ലൂർ പരിശീലന കേന്ദ്രം മേധാവിയുമായ മുൻ ഹോണററി ക്യാപ്റ്റൻ E ഭാസ്കരൻ, CRPF RCWA പ്രസിഡന്റ് പ്രൊഫസർ ലൂസി മാത്യു എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ച് പുഷ്പാർച്ചന നടത്തി. ചടങ്ങിന് രമേശ് ഖാന സ്വാഗതവും സെക്രട്ടറി നവനീത് KV നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മാത്തിൽ. ശ്വാസം വലിച്ചുവിട്ടെ. എത്ര വയസ്സ് വരെ പാൽ കൊടുത്തു? 1 വയസ്സ് വരെ. കണ്ടില്ലേ, ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ. നിങ്ങൾ കഴിക്കണം, ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ.